Good morning, students. So we were discussing about the parametric coordinates, parametric representations of the conic sections, standard conic sections, parabola, ellipse, and hyperbola. These are the equations of parametric equations of chord, tangent, as well as normal to the conic sections, parabola, ellipse, and hyperbola, respectively. Okay, now നമുക്കിത് യൂസ് ചെയ്തിട്ട് ഈ ഫോമുലയൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം, കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വി കൺസിഡർ ദ പ്രോബ്ലം. ഇഫ് ദി ടാൻജൻസ് ടു ദി കോണിക് സെക്ഷൻ y² equal to 4ax at the points t1 and t2, t1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ദ പോയിന്റ് T1 എന്ന് ഉദ്ദേശിച്ചാൽ പോയിന്റ് വിത്ത് പാരാമീറ്റർ T1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് T1 എന്ന് പറയുന്ന പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് AT1² to AT1 എന്നുള്ള കോർഡിനേറ്റ്സ് ആണ്, ആ ഓർഡർ പെയർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് T2 that is AT2² to AT2 meet at the point HK. Then prove that h by, അപ്പോൾ ഇതിലൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഒരു എക്സാക്ട്ലി ഒരു മെത്തേഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുമെന്നില്ല. നമുക്ക് ചിലപ്പോൾ പല ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. നമുക്ക് ഏത് ഫോമിലേക്ക് ഏതൊക്കെയാണ് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇത് കാണുമ്പോൾ എന്തായാലും പാരാമെട്രിക് കോർഡിനേറ്റ്സിന്റെ ഫോമുല യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ടാൻജന്റ് അറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് പാരാമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ തന്നിരിക്കണേ, നമുക്കൊരു കാര്യം ചെയ്യാം, ആ പോയിന്റിനെ ഒരു പേര് വിളിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, T1 എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആക്ച്വലി ഏതാണ് പോയിന്റ് AT1² to AT1 എന്നുള്ള പോയിന്റാണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ P എന്ന് വിളിക്കാം. ആൻഡ് Q എന്ന് നമുക്ക് അടുത്ത പോയിന്റിനെ വിളിക്കാം, A22² to AT2. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് വായിക്കാം. ഇഫ് ദ ടാൻജൻസ് ടു ദി പരാബോള y² equal to 4ax at the points T1 and T2 meet at HK. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നതാണ് ടാൻജന്റ് അറ്റ് പിയും ടാൻജന്റ് അറ്റ് ക്യൂവും കൂടെ HK എന്നുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, given that the tangents to the parabola y² equal to 4ax, വേണമെങ്കിൽ നമുക്ക് പരാബോള ആണെന്നുള്ളത് ആദ്യം തന്നെ എഴുതി വെക്കാം കേട്ടോ. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് കോണിക് സെക്ഷൻ ഏതാണെന്ന് അറിഞ്ഞാലാണല്ലോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന കോണിക് സെക്ഷൻ ഏതാണ് എന്നുള്ളത് ആദ്യം എഴുതാം. കൺസിഡർ ദി കോണിക് സെക്ഷൻ ഏതാണ്, കൺസിഡർ ദി പരാബോള. വിച്ച് പരാബോള y² equal to 4ax എന്നുള്ള പരാബോളയുടെ കാര്യമാണ് എന്തായാലും പറയുന്നത്. അതിനെ ഞാൻ 1 എന്ന് വിളിച്ചു. സോ 1 എന്നുള്ള പരാബോളയുടെ ടാൻജൻസ് അറ്റ് P ആൻഡ് Q meet at the point HK. ആ പോയിന്റിന് വേണമെങ്കിൽ പേര് വിളിക്കാം, SR എന്നോ S എന്നോ എന്തെങ്കിലും പേര് വേണമെങ്കിൽ വിളിക്കാം. പേര് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. പ്രൂവ് ചെയ്യാനുള്ളത് h/T1 T2 ഈക്വൽ ടു ഒരു റിലേഷൻ ആണ്, എച്ചും കെയും തമ്മിലുള്ള ഒരു റിലേഷൻ, കണക്റ്റിംഗ് HK T1 T2 ഒക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിതിന് നിങ്ങൾക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ അതുപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഒരൊറ്റ സ്റ്റെപ്പിൽ ഇതിന്റെ ആൻസർ കിട്ടും. പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പരാബോള, സ്റ്റാൻഡേർഡ് പരാബോളയുടെ ടാൻജന്റ് അറ്റ് T1ഉം ടാൻജന്റ് അറ്റ് T2ഉം ഇന്റർസെക്ട് ചെയ്യണ പോയിന്റിനെ പറ്റിയാണ് HK എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടാൻജന്റ് അറ്റ് T1ഉം ടാൻജന്റ് അറ്റ് T2ഉം കൂടി ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്.
The point of intersection of tangents at T1 and T2 is A T1 T2 A into T1 plus T2. ഇത് ഓർമ്മയുണ്ടെങ്കിൽ അപ്പം തന്നെ ആൻസർ കിട്ടാം. നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ളത് അതിൽ നിന്ന് അപ്പം തന്നെ കിട്ടും. കാരണം HK എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് A T1 T2 A into T1 plus T2 ആണ്. എന്ന് എഴുതിയാൽ H എന്താണ്, K എന്താണ്, H is A into T1 plus T1 T2, K എന്ന് പറയുന്നത് A into T1 plus T2. അപ്പം നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാധനം കിട്ടിക്കഴിഞ്ഞു. അപ്പം അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയാം, we know that, അല്ലേ, we know that the point of intersection of tangents at P and Q to the parabola 1 is A T1 T2 A into T1 plus T2. So it is given to be, it is equal to HK in the middle. Therefore, HK is equal to A T1 T2 A into T1 plus T2. So what is H? A T1 T2 is equal to H. What is K? A into T1 plus T2 is equal to K. That means T1 T2 is equal to, അല്ലെങ്കിൽ A is equal to H by T1 T2 A is equal to K by T1 plus T2. So we get, നമുക്ക് ആവശ്യമുള്ളത് കിട്ടി, H by T1 T2 equals K by T1 plus T2 and that is equal to A എന്നാണ് അല്ലേ പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്, അല്ലേ, അത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കിതുപോലെ അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പം അത് ഓർമ്മയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇതേ പ്രോബ്ലം തന്നെ പരാബോളയുടെ കേസിലല്ല, എലിപ്സിന്റെയോ ഹൈപ്പർബോളയുടെ കേസിൽ ഈ പോയിന്റിനെ പറ്റിയാ പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മളത് പഠിച്ചില്ലായിരുന്നു. എലിപ്സിന്റെയും ഹൈപ്പർബോളയുടെയും കേസിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിറൈവ് ചെയ്ത് വെച്ച ഈ AT1 T2 AT1 plus T2 എന്നുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്താന്നുള്ളത് ഓർമ്മയില്ല, മറന്നുപോയി എന്ന് വിചാരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് T1 എഴുതുക. തന്നിട്ടുള്ള എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ടാൻജന്റ് അറ്റ് T1 ഞാൻ വരച്ചിരിക്കുന്ന ഇത്തിരി വൃത്തിയില്ല. ടാൻജന്റ് അറ്റ് T1 ഇത് പരാബോളയാണെങ്കിൽ ടാൻജന്റ് അറ്റ് T1 ഇത് T1, ടാൻജന്റ് അറ്റ് T2 ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് ആണ് HK. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ലൈനെ L1 വിളിച്ച ടാൻജന്റ് അറ്റ് T1 ഇക്വേഷൻ എഴുതാം. എന്താണത്? y T1 is equal to x plus AT1 square. അതുപോലെ ടാൻജന്റ് അറ്റ് T2 ഇക്വേഷൻസ് ഞാൻ L2 എന്ന് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ലൈൻ ഹാസ് ഇക്വേഷൻ y T2 is equal to L2 എന്ന് വിളിക്കണമെന്നില്ല, y T2 is equal to x plus a T2 square, അല്ലേ? ഇതല്ലേ ടാൻജന്റ് ഇക്വേഷൻ? y T1 is equal to x plus a T1 square, y T2 is equal to x plus a T2 square. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് HK എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ H-ഉം K-യും T1-ഉം T2 ഒക്കെ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അതായത് നിങ്ങൾ ഈ പ്രോബ്ലം ഇങ്ങനെയും ചെയ്യാം. ടാൻജന്റ് അറ്റ് T1 ഇക്വേഷൻ, T1 ഞാൻ ഉദ്ദേശിക്കുന്നത് ടാൻജന്റ് അറ്റ് P ആണ് കേട്ടോ. അത് പോയിന്റ് P എന്ന് പറയുന്നത് y T1 is equal to x plus a T1 square. Tangent at Q in the equation y T2 equal to x plus a
t2 സ്ക്വയർ. ഈ പറയുന്ന ലൈൻ ഇക്വേഷൻ നമ്പർ 2 is a tangent at t1 അല്ലെങ്കിൽ tangent at p. So it passes through that point p. നമുക്ക് t1 ഉം t2 ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരണമെങ്കിൽ റിലേഷൻ കൊണ്ടുവരണമെങ്കിൽ it passes through the point p. What is p? P is 8t1 square to 8t1. So its equation should satisfy, അല്ലെങ്കിൽ coordinate should satisfy that equation. So we can write അല്ലല്ലോ, passes through p എന്നുള്ളത് ഓൾറെഡി ഉണ്ട് ആ ഇക്വേഷനിൽ അല്ലേ. 281 സ്ക്വയർ 81 സ്ക്വയർ പ്ലസ് 81 സ്ക്വയർ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഒരു ഐഡന്റിറ്റി അല്ലേ. 281 സ്ക്വയർ ഇസ് ഈക്വൽ ടു 281 സ്ക്വയർ എന്നായിട്ടുള്ളൂ. അത് പോട്ടെ, എനിക്ക് ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് എച്ച് കെ എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് കെ t1 t2 ഒക്കെ തമ്മിലുള്ള റിലേഷൻ കിട്ടും. ഓക്കെ, 2 and 3 intersects at എച്ച് കെ. അതായത് എച്ച് കെ എന്നുള്ള പോയിന്റ് രണ്ടിലെയും കോമൺ പോയിന്റ് ആണ് അല്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് എച്ച് കെ ഈസ് എ പോയിന്റ് ഓൺ both these lines, tangent at t1 and tangent at t2, so that its coordinate should satisfy both equations. അതായത് yക്ക് പകരം k കൊടുത്താൽ k t1 അല്ലേ, എച്ച് കെ എന്നുള്ളത് 2-ലെ ഇക്വേഷൻ നമ്പർ 2-ലെ പോയിന്റ് ആണെങ്കിൽ k t1 should be equal to h plus 8t1 square. ഇക്വേഷൻ നമ്പർ 3-ലെ പോയിന്റ് ആണ് എച്ച് കെ എങ്കിൽ k into t2 is equal to h plus 8t2 square. എച്ച് കെ എന്നുള്ളത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണ്. ഇത് സോൾവ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന എച്ചും കെയും ഒക്കെ വേണ്ടി ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ രണ്ടിലെ എച്ചിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. സോ ഇഫ് വി സബ്ട്രാക്ട് we will get k into t1 minus t2 equal to a into t1 square minus t2 square. അതായത് a into t1 plus t2 into t1 minus t2. t1 minus t2 കട്ട് ചെയ്ത് പോയാൽ k കിട്ടും. k is equal to a into t1 plus t2. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായില്ല k by t1 plus t2 equal to a എന്നുള്ളത് കിട്ടി. അതുപോലെ ഈ രണ്ട് ഇക്വേഷൻസും ഏതെങ്കിലും ഇക്വേഷനിൽ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ച് കിട്ടും. പുട്ട് k is equal to a into t1 plus t2 in ഏതെങ്കിലും ഒരു ഇക്വേഷൻ, സേ k t1 is equal to h plus a t1 square എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a into t1 plus t2 k t1 equals h plus a t1 square. So we get a t1 square plus a t1 t2 equals h plus a t1 square. So h is a into t1 t2 or as required h by t1 t2 ന്റെ വാല്യൂ ആണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന h by t1 t2 is same as k by t1 plus t2 is same as a എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നു പരാബോള അല്ലായിരുന്നു കോണിക് സെക്ഷൻ എങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യേണ്ടി വരുമായിരുന്നു എന്തായാലും. സോ ദാറ്റ്സ് ദ ജനറൽ മെത്തേഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് അറ്റ് ദി എക്സ്ട്രിമിറ്റീസ് ഓഫ് എനി ഫോക്കൽ കോർഡ് ഓഫ് എ പരാബോള intersect at right angles on the directrix. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്.
ആദ്യം ഒന്ന് വായിക്കുക. അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയും വായിക്കുന്നതിൻ്റെ ഒപ്പം പറ്റുമെങ്കിൽ ഒന്ന് വരച്ചു പോവുകയും ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് റഫായിട്ടൊരു ഫിഗർ വരച്ചു പോവാം. ഓക്കെ, എക്സാക്ട്ലി വരക്കണമെന്നൊന്നുമില്ല, കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാനിവിടെ ഒരു പരാബോളയെ പറ്റിയാണ് പറയുന്നതെന്നുള്ളത് വായിച്ചപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിരുന്നു. Prove that the tangents at the extremities of any focal chord of a parabola. ഇപ്പോൾ ഒരു പരാബോള എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് പരാബോളയാന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പരാബോള y² = 4ax എന്ന് എടുക്കാം. അതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A0 ആണ്. ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോഡ് പാസിങ് ത്രൂ ദ ഫോക്കസ്. ഇപ്പോൾ പലതരത്തിൽ കോഡ് വരക്കാം. A0 കൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് ഉണ്ട്, ഓരോന്നും ഫോക്കൽ കോഡാണ്. ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്ന ഏതൊരു കോഡും ഫോക്കൽ കോഡാണ്. നമുക്ക് ഒരു ഫോക്കൽ കോഡ് ചുമ്മാ എടുക്കാം, ലാറ്റസ് റെക്റ്റം തന്നെ എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. ഇത് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെന്താണ്, ഫോക്കൽ കോഡാണ്, അത് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസും ആണ്. അതിൻ്റെ ലെങ്തിനാണ് യൂഷ്വലി ലാറ്റസ് റെക്റ്റം എന്ന് പറയാം. എന്നാലും ആ കോഡിനെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഏതാണ്, കോഡ് പാസിങ് ത്രൂ ഫോക്കൽ കോഡ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ആയിട്ട് വരുന്ന കോഡിനെ. ഇപ്പം നമുക്ക് അതല്ലാണ്ട് വേറെ ഇത്തിരി ചരിച്ചുള്ളൊരു ലൈൻ ഒരു കോഡ് എടുത്തു. ദിസ് PQ is a focal chord. ഓക്കെ, അപ്പോൾ prove that the tangents at the extremities of any focal chords. PQ is a focal chord. PQവിൻ്റെ എക്സ്ട്രിമിറ്റീസ് അല്ലെങ്കിൽ എൻ പോയിന്റ്സ്, എക്സ്ട്രിമിറ്റീസ് എന്ന് വെച്ചാൽ എൻ പോയിന്റ്സ്. ഒരു കോഡിൻ്റെ എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ കോഡ് കർവിനെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ PQ എന്ന് പറയുന്ന കോഡിൻ്റെ എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ P Q. ഓക്കെ, PQയിലും രണ്ടിലും ഉള്ള ടാൻജൻസ്, ഓക്കെ, എക്സ്ട്രിമിറ്റീസിലുള്ള ടാൻജൻസ്. Pയിലുള്ള ടാൻജൻറ്റ്, Qയിലുള്ള ടാൻജൻറ്റ്. ഞാൻ വരച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് അവർ റൈറ്റ് ആംഗിളിലല്ല, അത് പരാബോളേൻ്റെ വരയ്ക്കുന്നതിൻ്റെയൊക്കെ ടാൻജൻറ്റ് വരയ്ക്കുന്നതിൻ്റെയൊക്കെയുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ Q എന്നുള്ള പോയിന്റിൽ ഞാൻ വരച്ചിരിക്കുന്ന ആക്ച്വലി ടാൻജൻറ്റ് ആയിരിക്കില്ലായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഫോക്കസ് മാർക്ക് ചെയ്തെങ്കിലും ആക്ച്വൽ ഫോക്കസിലായിരിക്കില്ല, അങ്ങനെയൊക്കെ ആവാം. എന്തെങ്കിലും ആയിക്കോട്ടെ, റഫായിട്ടൊന്ന് വരക്കാണ്. നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് ഈ ടാൻജൻസ് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, റൈറ്റ് ആംഗിൾ ആണ് അവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ. കൂടാതെ അവർ ഇൻ്റർസെക്റ്റ് ചെയ്യണ ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എവിടെയാണ്, ഡയറക്ട്രിക്സിലാണ്. ഇവിടുത്തെ ഡയറക്ട്രിക്സ് എന്ന് വെച്ചാൽ x = -a എന്നുള്ള പോയിന്റ്, ആ പോയിന്റിൽ ലൈൻ x = -a എന്നുള്ള ലൈനിലാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാനുള്ളത്. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം, ടാൻജൻറ്റ് അറ്റ് Pയും ടാൻജൻറ്റ് അറ്റ് Qവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്രിക്സിലെ പോയിന്റ് ആണെന്നും ടാൻജൻറ്റ് അറ്റ് Pയും ടാൻജൻറ്റ് അറ്റ് Qവും മേക്ക് ചെയ്യാൻ ആംഗിൾ, അതായത് അവർ തമ്മിൽ മേക്ക് ചെയ്യാൻ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്ന് വെച്ചാൽ അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, PQ എന്നുള്ള കോഡ് പാസസ് ത്രൂ A0 എന്നുള്ള ഫോക്കസ്, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Pയും Qവും പരാബോളയിലെ പോയിന്റ്സ് ആണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന കോണിക് സെക്ഷൻ ഏതാണെന്നുള്ളത് എഴുതാം. കൺസിഡർ ദി കോണിക് സെക്ഷൻ പരാബോള y² = 4x. ഇതിലെ രണ്ട് പോയിന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പരാബോളയിലെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാണ്ടും ഇത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് പാരാമെട്രിക് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. പാരാമെട്രിക് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ്. കൺസിഡർ, അപ്പോൾ ആദ്യം ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡാണല്ലേ PQ വരേണ്ടത്. അപ്പോൾ ഫോക്കസ് എടുക്കാം. Focus of the parabola is A0. ഇനി ഒരു ഫോക്കൽ കോഡ് എടുക്കണം. ലെറ്റ് PQ be a focal chord. ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞതാണ്, that is a chord passing through the focus. ഓക്കെ, അപ്പോൾ PQ
എവിടുത്തെ പോയിന്റ്സ് ആണ്? പരാബോളയിലെ പോയിന്റ്സ് ആണ്. P and Q are points on the parabola എന്താ P യും Q ആ ഫോക്കൽ കോഡിന്റെ എക്സ്ട്രിമിറ്റീസ് ആണ്. ഓക്കെ, ദ എക്സ്ട്രിമിറ്റീസ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സ് are points on the parabola. We can take P ഇനെ നമുക്ക് എന്തെടുക്കാം? പാരാമെട്രിക് കോർഡിനേറ്റ്സ് ഓഫ് ദി പരാബോള യൂസ് ചെയ്തിട്ട് Pന്റെ കോർഡിനേറ്റ്സ് നമുക്ക് സം 8t1² 2at1 എടുക്കാം. Qവും പരാബോളയിലെ പോയിന്റ് ആണ്. സോ Qന് നമുക്ക് 8t2² 2at2 എന്ന് എഴുതാം ഫോർ സം വാല്യൂ ഓഫ് t2. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ടാൻജന്റ് ടു പിയും ടാൻജന്റ് ടു ക്യൂവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. നമുക്കറിയാം അത് t1 t2 a × t1 + t2 ആണെന്ന്. അത് ഫോക്കസിലെ ഡയറക്ട്രിക്സിലെ പോയിന്റ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ടാൻജന്റ് ടു പിയും ടാൻജന്റ് ടു ക്യൂവും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വേഷൻ ഓഫ് കോഡ് പി ക്യൂ ഇസ് എ ഫോക്കൽ കോഡ് എന്നും അത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? given that chord PQ is a focal chord. What is equation of chord PQ? Equation of chord joining T1 and T2. Okay. Equation of chord PQ. എന്താണ്? y into t1 plus t2 equals 2x plus 2a t1 t2. Given that this passes through focus. So ഇതിന് ഞാനൊരു നമ്പർ 2 എന്ത് കൊടുക്കണം? 1 is parabola അല്ലേ? അപ്പം ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണെങ്കിൽ chord PQ is a focal chord. That is equation number 2 passes through the focus. A0 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ A0 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. y കോർഡിനേറ്റ് 0 into t1 plus t2 equals 2 into x coordinate is a plus 2a t1 t2. അപ്പോൾ എന്ത് കിട്ടി? 0 is equal to 2a plus 2a t1 t2 എന്ന് കിട്ടി. Or 2a t1 t2 is equal to minus 2a എന്ന് കിട്ടി. 2a കട്ട് ചെയ്ത് പോയാൽ you will get t1 t2 is equal to minus 1. Since a is the center to vertex focus to vertex distance, focal distance ആയതുകൊണ്ട് അത് നോൺ സീറോ ആയതുകൊണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ t1 t2 equal to -1 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് ഉള്ള ഒരു എന്താണ് തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സാധനം. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇനി പ്രൂവ് ചെയ്യാനുള്ള കാര്യം എന്തൊക്കെയാന്ന് നോക്കാം. ടാൻജൻസ് അറ്റ് ദി എക്സ്ട്രിമിറ്റീസ് ഓഫ് എനി ഫോക്കൽ കോഡ് ഓഫ് എ പരാബോള ഇന്റർസെക്റ്റഡ് റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ടാൻജന്റ് ടു പിയും ടാൻജന്റ് ടു ക്യൂവും ഇന്റർസെക്റ്റഡ് റൈറ്റ് ആംഗിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് tangent at P and tangent at Q are perpendicular to each other. അതാണ് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത്. പിന്നെ അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഡയറക്ട്രിക്സിലായിരിക്കും എന്നും പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് പി? ടാൻജന്റ് അറ്റ് പി ഇസ് വാട്ട് ഈസ് പി? at1² to at1. അതായത് t1 എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ y t1 is equal to x plus a t1². What is tangent at q?
y t2 equals x plus a t2 square tangent at q. എന്താ വേണ്ട, ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? അവരുടെ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് എഴുതാ ചെയ്യാറ് അല്ലേ? അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? ടാൻജന്റ് അറ്റ് പിയുടെ സ്ലോപ്പ് എന്താണ്? y is equal to എന്ന് എഴുതിയാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ് അല്ലേ? y is equal to mx plus c എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്താൽ m അവിടുത്തെ സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ yt1 is equal to x plus at1 square എന്നുള്ളതിൽ y is equal to എന്ന് എഴുതിയാൽ സ്ലോപ്പ് കിട്ടുമല്ലോ, x by t1 plus at1 എന്നാണ് വരിക. y is equal to x by t1 plus at1. സോ ഇറ്റ് ഇസ് m, അല്ലെങ്കിൽ സ്ലോപ്പ് m1 എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന 1/t1 ആണ്. മനസ്സിലായോ? എഴുതി കാണിക്കണോ? മനസ്സിലായോ കുട്ടികളെ? എഴുതി കാണിക്കണോ? അല്ലെങ്കിൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ലൈനിന്റെ ഇക്വേഷൻ നിന്ന് സ്റ്റോപ്പ് എഴുതാനായിട്ട് we rewrite the equation of the line in the form മറ്റേ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതും അല്ലേ? അപ്പോൾ t1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം കിട്ടി. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതാണ് അവിടുത്തെ ലൈനിന്റെ സ്ലോപ്പ് വരിക. ഇതിനെയും സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതുന്നു. സ്ലോപ്പ് ഇസ് 1/t2. സോ പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്സ് എടുത്തു കഴിഞ്ഞാൽ what will you get is m1 into m2. What is m1? 1/t1. What is m2? 1/t2. 1/t1 t2 എന്ന് കിട്ടി. And we have by equation star t1 t2 is -1. So we get 1/-1, that is equal to -1. m1 into m2 are m1 into m2 is equal to -1 means these lines are perpendicular to each other. That is, tangents are perpendicular. So they intersect at right angle. They are perpendicular means they intersect at right angle. ഓക്കെ, ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. they meet intersect at right angle on the directrix. Intersect on the directrix എന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് we have to prove tangent at t1 and t2, tangent at p and tangent at q intersect on the directrix. In the directrix, standard parabola directrix എന്താണ്? x is equal to -a. ഈ ലൈനിൽ മീറ്റ് ചെയ്യുന്നു, അതായത് ഇവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എവിടെയാണെന്ന് പ്രൂവ് ചെയ്യണം? x is equal to -a എന്നുള്ള ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആ ഫോമുല ഓർമ്മയുണ്ടെങ്കിൽ a t1 t2 a into t1 plus t2 എന്നുള്ളത് എടുക്കാം. ഓർമ്മയില്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ടാൻജന്റ് ടു പിയുടെ ഇക്വേഷനും ടാൻജന്റ് ടു ക്യൂവിൻ്റെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ആണ് എന്ത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. അങ്ങനെ കണ്ടുപിടിക്കാം. രണ്ട് തരത്തിലും ചെയ്യാം. ഇപ്പം ഞാൻ ആ ഫോമുല ഉപയോഗിക്കുകയാണെങ്കിൽ the point of intersection of
tangent at P and tangent at Q is tangents at P and Q is A T1 T2 A into T1 plus T2. Now by equation star T1 T2 has value -1. നമ്മളത് പ്രൂവ് ചെയ്താ കണ്ടോ, സ്റ്റാർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താ, T1 into T2 is equal to -1. So applying that T1 T2 is equal to -1 ആണെങ്കിൽ A into T1 T2 എന്ന് പറയുന്നത് A into -1. A into T1 plus T2 എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് -A ആണെന്ന് കാണാം. എക്സ് കോർഡിനേറ്റ് ഓഫ് ദാറ്റ് ഈസ് the point of intersection has x coordinate -A, which means this point is a point on x is equal to -A, which is the directrix of the conic section. Hence നമ്മളോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്തു. Tangents at P and Q are perpendicular to each other, they intersect at right angles and they intersect on the directrix of the parabola. Hope it is clear for you. ഇപ്പോൾ നമ്മൾ പരാബോളയുടെയും എലിപ്സിൻ്റെയും ഹൈപ്പർബോളയുടെയും പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻസ്, സ്റ്റാൻഡേർഡ് പരാബോളയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ AT square to AT, എലിപ്സിൻ്റെ കോസ് തീറ്റ ബി സൈൻ തീറ്റ, ഹൈപ്പർബോളയുടെ സീക് തീറ്റ ബി ടാൻ തീറ്റ, അതൊക്കെ കണ്ടു. കോഡിൻ്റെയും ടാൻജൻറ്റിൻ്റെയും നോർമലിൻ്റെയും ഇക്വേഷൻസ്, പാരാമെട്രിക് ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നോർമൽ അറ്റ് എ പോയിന്റ് 81 സ്ക്വയർ ടു 81, ആ പോയിന്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദി സ്റ്റാൻഡേർഡ് പരാബോള y square equal to 4x. അപ്പോൾ നോർമൽ അറ്റ് ദാറ്റ് പോയിന്റ് ടു ദ പരാബോള y square equal to 4x മീറ്റ്സ് ദ കർവ് എഗെയിൻ അറ്റ് അനദർ പോയിന്റ്. വീണ്ടും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതും പരാബോളയിലെ തന്നെ പോയിന്റ് ആണ്. പാരാമെട്രിക് കോർഡിനേറ്റ്സ് കാണുമ്പോൾ അറിയാം. ഷോ ദാറ്റ് ഈ T1 T2 എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് വാല്യൂസ് തമ്മിലുള്ള ഒരു റിലേഷനാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. T2 is equal to -T1 - 2/T1, അതല്ലെങ്കിൽ T1 സ്ക്വയർ പ്ലസ് T1 T2 പ്ലസ് 2 ഈക്വൽ ടു 0. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാനെപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് വായിക്കുക. വായിക്കുന്നതിൻ്റെ ഒപ്പം ഒന്ന് വരച്ചു വെക്കുക, സൈഡിൽ പേപ്പറിലൊന്ന് വരച്ചു വെക്കുക, എന്താണ് പറയുന്നതെന്നുള്ളത് ഒന്ന് വരച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. വായിക്കുന്നതിനൊപ്പം തന്നെ വരച്ചു പോകാം. അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം. പക്ഷേ ഇഫ് ദ നോർമൽ അറ്റ് എ പോയിന്റ് AT1 സ്ക്വയർ ടു AT1 ടു ദി പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പോൾ ഇത് ഒരു പരാബോളയെ പറ്റിയാണ് പറയുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4x. ഓക്കെ, അതിലെ ഒരു പോയിന്റിനെ പറ്റി പറയുന്നുണ്ട്. AT1 സ്ക്വയർ ടു AT1 എന്ന് പറയുമ്പോൾ അത് പരാബോളയിലെ പോയിന്റ് ആണ്. ആ പോയിന്റിലെ നോർമൽ, ടാൻജന്റ് നോർമൽ, ഓക്കെ, നോർമൽ ടാൻജന്റ് ആണെങ്കിൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ. ഇഫ് ദ നോർമൽ അറ്റ് AT1 സ്ക്വയർ ടു AT1 ടു ദി പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4x മീറ്റ്സ് ദ കർവ്. ഏത് കർവ്? ഇവിടെ ഒരു കർവിനെ പറ്റി പറയുന്നത് പരാബോളയെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ പരാബോള തന്നെ ആയിരിക്കും കർവ് എന്ന് പറയുന്നത്. മീറ്റ്സ് ദ കർവ് എഗെയിൻ. അപ്പോൾ ഈ കർവിനെ ഈ പോയിന്റിൽ മാത്രമല്ല വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നീട്ടി വരച്ച് നോക്കാം. വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്.
ഇത് പരാബോളയാണ്. അപ്പൊ ഈ ലൈൻ ഇങ്ങനെ വീണ്ടും നോർമൽ ഇങ്ങനെ വീണ്ടും ഈ പരാബോളയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീറ്റ് ചെയ്യുന്നുണ്ട്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട് 82 സ്ക്വയർ 282. ആ പോയിന്റ് ആണ് 82 സ്ക്വയർ 282. അപ്പോൾ ഈ T1ഉം T2ഉം തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്നത് ഇത് ഏത് കോണിക് സെക്ഷനെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കൺസിഡർ എല്ലാ പ്രോബ്ലവും നമുക്ക് ഇങ്ങനെ തുടങ്ങാം അല്ലേ. കൺസിഡർ ദി കോണിക് സെക്ഷൻ. വിച്ച് കോണിക് സെക്ഷൻ? പരാബോള. y സ്ക്വയർ ഈക്വൽ ടു 4ax. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പരാബോള. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും ആ കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻ എഴുതി അതിനെ 1 എന്ന് നമ്പർ ചെയ്ത് കൊടുക്കുന്നു. കാരണം ഇനി ആ പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും ആ കോണിക് സെക്ഷനെ പറ്റി സംസാരിക്കേണ്ടി വരുമ്പോൾ 1 എന്ന് റെഫർ ചെയ്യാം. 1 എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷനായിട്ട് എടുത്തു. ഇനി അവിടുത്തെ ഒരു പോയിന്റിലെ നോർമലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സിന് ഒരു പേരൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും, കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇതിനെ ഞാൻ P എന്ന് വിളിച്ചു, ഈ പോയിന്റിനെ ഞാൻ Q എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് Pനെയും Qനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? Pയിലെ നോർമൽ പരാബോളയെ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട്, Q എന്നുള്ള പോയിന്റിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാണ്. തന്നിട്ടുള്ള പോയിന്റിനെ 81 സ്ക്വയർ 281 എന്നുള്ള പോയിന്റിനെ P എന്ന് വിളിച്ചു. 82 സ്ക്വയർ 282 എന്നുള്ള പോയിന്റിനെ ഞാൻ Q എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ? ഗിവൺ ദാറ്റ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എഴുതുക, എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ട എന്താണെന്ന് എഴുതുക, എന്നിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ആ ഒരു, നമുക്ക് എന്താ പറയുക, നമുക്കിതെന്തായാലും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഏത് പ്രോബ്ലം തന്നാലും നിങ്ങൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിച്ച് ഒന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് പിന്നെ ഒന്നും കിട്ടത്തില്ല. അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ പയ്യെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക, വായിക്കുന്നതിൻ്റെ ഒപ്പം വരയ്ക്കുക. വരയ്ക്കുമ്പോഴേക്കും ആദ്യം ഏത് കോണിക് സെക്ഷനാണെന്നുള്ളത് ആദ്യം കൺസിഡർ ദാറ്റ് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എഴുതി 1 എന്ന് മാർക്ക് ചെയ്യുക ഇക്വേഷനെ. പിന്നെ തന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം അവിടെ എഴുതി വെക്കുക. എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഒന്നും കൂടെ വായിച്ച് ഗിവൻ ദാറ്റ് ദ നോർമൽ അറ്റ് 81 സ്ക്വയർ 281, അതായത് നോർമൽ അറ്റ് P to the parabola 1, okay, 1 ആണല്ലോ y spherical for x, meets the curve, meets the same parabola 1 again at ഏത് പോയിന്റ് 82 സ്ക്വയർ 282 എന്ന് വെച്ചാൽ Q. അപ്പോൾ തന്നിട്ടുള്ളത് ഇതാണ്, given that the normal at P to the parabola 1 meets the curve again at Q എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ PQ എന്നുള്ള ലൈനിനെ പറ്റി എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം. ടു പ്രൂവ് T2 is equal to minus T1 minus 2/T1 എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. PQ എന്നുള്ള ലൈനിനെ പറ്റി നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? PQ എന്ന് പറയുന്ന ലൈൻ ഇസ് എ കോഡ് ജോയിനിങ് P and Q അല്ലേ? ഈ ലൈനിനെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ലൈൻ Pയിലെ നോർമലാണ് അല്ലേ? ഇതാ ഈ ലൈൻ ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യാൻ ഈ ലൈനായിട്ട് തോന്നുന്നില്ല അല്ലേ? അപ്പോൾ ഈ ലൈനായിട്ട് തന്നെ വരക്കാം. ഈ ലൈനിനെ പറ്റി എന്താ അറിയാവുന്നേ? ഈ ലൈൻ PQ Pയിലെ നോർമലാണ്, Pയും Qയും ജോയിൻ ചെയ്യുന്ന കോഡാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം. PQ എന്നുള്ള ലൈൻ കോഡ് PQ പരാബോളയുടെ കോഡാണെന്നും പറയാം, നോർമൽ അറ്റ് P ആണെന്നും പറയാം.
അപ്പോൾ ഒരേ ലൈനിന്റെ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം കോഡിന്റെ ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്, നോർമലിന്റെ ഇക്വേഷനും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. Then the line PQ is the normal at P and also the chord joining P and Q. What is the equation of normal at P? Equation of normal at P is നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ അറ്റ് 81 square to 81 is y plus xt1 is equal to 281 plus 81 cube. So it is the equation of normal in terms of parameter. Equation of normal at P is y plus xt1 is equal to 281 plus 81 cube. This is equation number 2. Ini, what is the equation of chord PQ? Equation of chord joining 2 points on the parabola is y into t1 plus t2 equals 2x plus 2a t1 t2. This is equation number 3. ഇനി ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഗിവൺ കണ്ടീഷൻ നോർമൽ അറ്റ് പി ടു ദ പരാബോള മീറ്റ്സ് ദ കർവ് അഗെയിൻ അറ്റ് ക്യൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദിസ് ഇസ് സ്റ്റാർ മീൻസ് കോഡ് പി ക്യൂ ഇസ് സെയിം ആസ് നോർമൽ അറ്റ് പി. വാട്ട് ഇസ് സ്റ്റാർ? ദിസ് ഇസ് സ്റ്റാർ. So star implies equation 1 and equation 2 അല്ല, equation 2 ആണ് normal equation അല്ലേ. So star implies normal at P is same as chord PQ. That is equation 2 and equation 3 are the same. Equation 2 and equation 3 represents the same line. So ഒരു ലൈനിന്റെ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ax plus by is equal to c, അല്ലെങ്കിൽ a1x plus b1y is equal to c1 എന്ന് പറയുന്നതും a2x plus b2y is equal to c2 എന്ന് പറയുന്നതും ഒരേ ലൈൻ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ഒരു ഇക്വേഷൻ മറ്റേതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണെന്നാണ്. അപ്പോൾ a1 എന്ന് പറയുന്നത് a1 by a2 എന്ന് പറയുന്നത് k ആയിരിക്കും, b1 by b2 എന്ന് പറയുന്നതും അതേ k തന്നെ ആയിരിക്കും, c1 by c2 എന്ന് പറയുന്നത് k ആയിരിക്കും. അപ്പോൾ ഇതിലെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ച് പറയണം, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി പറയൂ. ഇക്വേഷൻ 2 വൈയുടെ ടേം എക്സിന്റെ ടേം ലെഫ്റ്റ് സൈഡിലാണ്, ഇക്വേഷൻ 3 എക്സിന്റെ ടേം റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എഴുതിയിട്ട് പറയാം. അപ്പോൾ ഇക്വേഷൻ 3 വേണമെങ്കിൽ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്തിട്ട് പറയാം. ഇക്വേഷൻ 3 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് പറയാം. എക്സിന്റെ ടേമും കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ -2x plus y into t1 plus t2 equals 2a t1 t2. So this is the equation 3. അപ്പോൾ ഒന്ന് കോഎഫിഷ്യൻസ് പറഞ്ഞേ. Ratio of the coefficients of 2 and 3 are equal. Okay, so I can say what is the coefficient of x in equation number 2?
equation number 2 ile coefficient of x is t1 divided by equation number 3 ile coefficient of x എന്താണ് negative 2 അല്ലേ equals equation number 2 ile y യുടെ coefficient 1 ആണ് equation number 3 ile y യുടെ coefficient എന്താണ് t1 plus t2 ആണ് കോൺസ്റ്റന്റ് ടേം വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു ഇക്വേഷൻ നമ്പർ 2 ലെ കോൺസ്റ്റന്റ് ടേം എന്താണ് 2at1 plus at1 ക്യൂബ് ഇക്വേഷൻ നമ്പർ 3 ലെ കോൺസ്റ്റന്റ് ടേം എന്താണ് 2at1 t2 ഇനി ഇവ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ we will get the required condition say t1 by minus 2 equal to 1 by t1 plus t2 implies എന്തെന്ന് എഴുതാം ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം t1 plus t2 equals minus 2 by t1 അപ്പോൾ ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് t2 is equal to minus t1 minus 2 by t1 yes. കഴിഞ്ഞു നമ്മളുടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായ കണ്ടീഷൻ അതല്ലേ t2 is equal to minus t1 minus 2 by t1 ഇത് വേണമെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഫോമിലേക്കും ആക്കി എഴുതാം കാരണം t1 plus t2 equals minus 2 by t1 എന്നുള്ളതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ you can write t1 square plus t1 t2 equals minus 2 or t1 square plus t1 t2 plus 2 equal to 0 ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളായിരുന്നതിന് alternate form. Okay, so that's the answer. Hope it is clear for you. There no question. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കുക if x cos alpha plus y sin alpha equal to p എന്തത് ആൽഫയും പിയും ഒക്കെ എന്താണെന്ന് അറിയത്തില്ല എന്തോ രണ്ട് കോൺസ്റ്റൻസ് എന്ന് വിചാരിക്കാം എന്തായാലും അത് സം നമ്പർ ഇൻറ്റു എക്സ് പ്ലസ് സം നമ്പർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സം നമ്പർ എന്നുള്ള ഫോമിലാണ് ഇറ്റ്സ് എ ലീനിയർ ഇക്വേഷൻ ക്ലിയർലി ഇറ്റ്സ് എൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഓക്കെ അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ട് പറഞ്ഞേക്കാണ് ഇഫ് ദിസ് ലൈൻ ഈസ് എ ടാൻജന്റ് ടു ദി എലിപ്സ് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വരച്ചു നോക്കാം കേട്ടോ അതല്ലെങ്കിൽ വായിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഇവർ പറഞ്ഞേക്കാണ് ഇഫ് ദിസ് ലൈൻ ഈസ് എ ടാൻജന്റ് ടു ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഓക്കെ ഇപ്പോൾ ഒരു എലിപ്സിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് സ്റ്റാൻഡേർഡ് എലിപ്സ് x square by a square plus y square by b square equal to 1 എന്നിട്ട് ഇവിടെ ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഏതാണത് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞേക്കാണ് ഇഫ് ദിസ് ലൈൻ ഈസ് എ ടാൻജന്റ് ടു ദി എലിപ്സ് ഓക്കെ ഇത് ഈ ലൈൻ എലിപ്സിന്റെ ടാൻജന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ given that this line the line ഏത് ലൈൻ നമ്പർ 2 is a tangent to the ellipse ഏത് എലിപ്സ് ഇക്വേഷൻ നമ്പർ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് ഷോ ദാറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താണെന്നും കൂടെ വേണമെങ്കിൽ എഴുതി വെക്കാം ടു പ്രൂവ് p square equal to a square cos square alpha plus b square sin square alpha ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം സോ ദിസ് ആൻസർ എഴുതുമ്പോൾ ഒരു ലൈൻ തന്നിട്ട് അത് ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ടാൻജന്റ് ടു ദി എലിപ്സിന്റെ ഇക്വേഷൻ അറിയാം അല്ലേ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദി എലിപ്സസ് we know that
equation of tangent to the ellipse is എന്താണ്? x by a cos theta plus y by b sin theta equal to 1. അപ്പോൾ ഇതിൽ എയും ബി ഒക്കെ എലിപ്സിന്റെ ഇക്വേഷനിലുള്ള എയും ബിയും ആണ്. സെമി മേജർ ആക്സിസിന്റെയും സെമി മൈനർ ആക്സിസിന്റെയും ലെങ്ത് ആണ്. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടുത്തെ എലിപ്സിലെ ഏത് പോയിന്റിലെ എലിപ്സ് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്ന് പറയുന്ന പോയിന്റിലെ ഇതൊരു എലിപ്സ് ആണെന്ന് വിചാരിക്കും. എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്നുള്ള പോയിന്റിലെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ആ പോയിന്റിന്റെ എക്സെൻട്രിക് ആംഗിൾ ആണ് തീറ്റ. ഇവിടെ നമ്മളുടെ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു പോയിന്റിനെ പറ്റിയോ തീറ്റനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് ഇവർ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2 ആണ്. ഏതാണ്? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി ആണെന്നാണ് ഈ ടാൻജന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ആ ടാൻജന്റിന്റെ ഇക്വേഷൻ വേറെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ അറിയുകയും ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ എന്താണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്? ഇക്വേഷൻ നമ്പർ 2, അതായത് ഇവർ തന്നിട്ടുള്ള ഇക്വേഷൻ എലിപ്സിന്റെ ടാൻജന്റ് ആണ്. എലിപ്സിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ നമ്പർ 3 ആണ്. അതായത് ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3ഉം എലിപ്സിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ്. ഇവർ പറയുന്നത് അനുസരിച്ചിട്ട് എലിപ്സിന്റെ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് ഇത് രണ്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും ഒരേ ലൈനിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യണത്. ആ ഇക്വേഷൻസ് നമുക്ക് രണ്ടും ഒരേ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന പറയുമ്പോൾ ഒന്ന് മറ്റതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. അതിന്റെ റേഷ്യോസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ആൽഫയുടെയും പിയുടെയും ടേംസിൽ ഒരു കണ്ടീഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. തീറ്റ എന്നുള്ളതിനെ എലിമിനേറ്റ് ചെയ്യണം. കാരണം തീറ്റ നമ്മൾ എടുത്തിട്ടുള്ള ഇക്വേഷനിൽ മാത്രം വന്നിരിക്കുന്ന പാരാമീറ്റർ ആണ്. അങ്ങനെ ഒരു തീറ്റയെ പറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ ഇക്വേഷൻസ് രണ്ടും ഇക്വേറ്റ് ചെയ്ത് റേഷ്യോസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് തീറ്റ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ given that 2 is a tangent to 1, അപ്പോൾ ഇതിനെ ഞാൻ സ്റ്റാർ എന്ന് വിളിക്കുകയാണെങ്കിൽ സ്റ്റാർ എന്താണ് പറയുന്നത്? ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 are the same, represents the same line. That means their ratios of the coefficients are equal. Ratios of the coefficients in equation number 2 and 3 are equal. That means നോക്കി പറയണം കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇക്വേഷൻ നമ്പർ 2 കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? കോസ് ആൽഫ. ഇക്വേഷൻ നമ്പർ 3 കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ. ഇക്വേഷൻ നമ്പർ 2 വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? സൈൻ ആൽഫ. ഇക്വേഷൻ നമ്പർ 3 വൈയുടെ കോഎഫിഷ്യന്റ് എന്താണ്? സൈൻ തീറ്റ ബൈ ബി. ഇക്വേഷൻ നമ്പർ 2 കോൺസ്റ്റന്റ് ടേം പി, ഇക്വേഷൻ നമ്പർ 3 കോൺസ്റ്റന്റ് ടേം 1. ഓക്കെ, നമുക്ക് ഈ ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ബൈ റെസിപ്രോക്കൽ എന്നുള്ളത് വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. കോസ് ആൽഫ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ എ, അതായത് കോസ് ആൽഫ ഇൻറ്റു എ ബൈ കോസ് തീറ്റ. അപ്പോൾ എ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അല്ലെ, എ മുകളിലേക്ക് വരും, ന്യൂമറേറ്ററിൽ വരും. അടുത്തതിലും ഡിനോമിനേറ്ററിലുള്ള ടേം ന്യൂമറേറ്ററിലേക്ക് വരും. ബി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഈക്വൽസ് പി ബൈ 1, അതായത് പി. ഇതിൽ ഈ രണ്ടെണ്ണം ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ കളയേണ്ടത്? നമുക്ക് തീറ്റനെ എലിമിനേറ്റ് ചെയ്ത് എയും ബിയും ആൽഫയും പിയും ഒക്കെ ഉള്ള ഒരു റിലേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ബി സ്ക്വയർ സൈൻ. അപ്പോൾ നമ്മൾ തീറ്റ എലിമിനേറ്റ് ചെയ്യണം. സോ വി ക്യാൻ എലിമിനേറ്റ് തീറ്റ ബൈ ടു എലിമിനേറ്റ് തീറ്റ യൂസ് ദ trigonometric identity
സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എഴുതിയിരിക്കുന്നതിൽ നിന്ന് സൈൻ തീറ്റേനെയും കോസ് തീറ്റേനെയും ഇൻ ടേംസ് ഓഫ് എ ആൽഫ ആൻഡ് പി എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ആദ്യത്തെ മൂന്നാമത്തെയും ടേംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ യു ക്യാൻ റൈറ്റ് എ കോസ് ആൽഫ ബൈ കോസ് തീറ്റ ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കോസ് തീറ്റ ഇസ് എ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ പി. അതുപോലെ തന്നെ ബി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഈക്വൽ ടു പി. സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസ് ഇക്വേറ്റ് ചെയ്ത ബി സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഈക്വൽ ടു പി. ദാറ്റ് മീൻസ് സൈൻ തീറ്റ ഈക്വൽ ടു ബി സൈൻ ആൽഫ divided by p. So if we use the trigonometric identity, sin square theta plus cos square theta is equal to 1. Substituting for sin theta, I am substituting sin b sin alpha divided by p and substitute ആണെങ്കിൽ sin square theta plus cos square theta. Cos square theta എന്ന് വെച്ചാൽ cos theta സ്ക്വയർ. എന്താണ് കോസ് തീറ്റ? എ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ പി, അതിൻ്റെ സ്ക്വയർ. കോസ് തീറ്റ ഹോൾ സ്ക്വയർ, ഇറ്റ് ഇസ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ പി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ ബൈ പി സ്ക്വയർ ഈക്വൽസ് 1. സോ ഇവിടെ പി സ്ക്വയർ ഇസ് ഇൻ ദി രണ്ടിലെയും ഡിനോമിനേറ്ററിലുള്ള പി സ്ക്വയർ ഇസ് കോമൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് എ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു പി സ്ക്വയർ. ദിസ് ഇസ് വാട്ട് ടു ബി പ്രൂവ്ഡ്. ഓക്കെ, അത് തന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാം. ഇതുപോലത്തെ സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാണ്. ഹോംവർക്കായിട്ട് ഞാൻ തരാം, നിങ്ങളത് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ സേ ഫോർ എക്സാമ്പിൾ ഇതായി ഒരു പ്രോബ്ലം നോക്കൂ. ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് അത് ഹൈപ്പർബോളയുടെ നോർമൽ ആണെന്ന് പറഞ്ഞേക്കാണ്. ആ ഹൈപ്പർബോളയുടെ നോർമലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇവരോരോ ഇക്വേഷൻ തന്നിട്ടുണ്ട്, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം, കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ ഇക്വേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കേ. ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ട് അവർ പറഞ്ഞേക്കാണ് ഇത് നോർമൽ ടു ദി എലിപ്സ് ആണ്. എലിപ്സിന്റെ നോർമൽ ഇക്വേഷൻ നമുക്കറിയാം. ഇവർ തന്നിരിക്കുന്ന ലൈനും നോർമൽ ഇക്വേഷൻ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യണേ. കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് എഴുതിയിരിക്കുന്നതും അവരൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് പരാബോളയുടെ നോർമൽ ആണെന്ന് പറഞ്ഞിരിക്കണേ. പരാബോളയുടെ നോർമൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം, രണ്ട് ഇക്വേഷനും സെയിം ആണെന്ന്, അല്ലെങ്കിൽ ഒരേ ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് എടുത്താൽ ഒന്ന് മറ്റേതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ റേഷ്യോസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഈക്വൽ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ.